ഹലോ ജിത്തു ബ്രോ. ഓ മൈ ഗോഡ്. വിളക്ക് വെക്കലൊന്നും അല്ലല്ലോ ഗൈസ്, കാര്യം എല്ലാം മനസ്സിൽ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് our house. I never thought I'll be making a home tour. പക്ഷേ today we are doing it because this house is very special. Not just this house, ഈ സ്ഥലവും ഈ സർജാപൂർ എന്നുള്ള ഏരിയയും വീട് ഒരു 4 ചുമരിൽ മാത്രമല്ല, ഹോം എന്നുള്ള പറയുന്ന ഫീലിങ്സ് നമുക്ക് ആ ഒരു ഏരിയ മൊത്തം തരുന്ന. അപ്പം ഞങ്ങളിപ്പോൾ ഈ സ്ഥലം വിട്ട് പോവാണ് വേറൊരു സ്ഥലത്തേക്ക്, ബാംഗ്ലൂർ തന്നെ. പക്ഷേ നമുക്കിതൊരു മെമ്മറി ആയിട്ട് സ്റ്റോർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഹൗസ് ടൂർ എടുക്കുന്നത്. ഇതൊരു റെന്റഡ് ഹൗസ് ആണ്. ഇത് ഒരു 2 BHK, 3 കൺവേർട്ടഡ് ടു 2 BHK ആണ്. ഈ വീടും പരിസരവും ശരിക്കും ഒരു കേരള വൈബ് പോലെ തന്നെയാണ്. കാരണം ഒരുപാട് നമ്മുടെ മല്ലു ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ഓണം സെലിബ്രേഷൻ അതിമനോഹരമായിട്ടാണ്. നമ്മുടെ ജിം ഇവിടെയാ, ചായ കുടി കമ്പനി ഇവിടെയാ, എല്ലാം ഇവിടെയാണ്. അപ്പോൾ ഒരുപാട് മെമ്മറീസും ആയിട്ടാണ് നമ്മൾ ഈ വീട്ടിൽ നിന്ന് പോകുന്നത്. ഇതൊരു റെന്റഡ് ഹൗസ് ആണ്, ബട്ട് സ്റ്റിൽ നമുക്ക് ആ ഒരു ഫീലിങ്സ് ഫുള്ള് ഈ ഹോമിൽ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് മൂവ് ചെയ്ത ഒരു വീടാണ്. അപ്പൊ ഇത്രയും ഈ ഹൗസ് നമുക്ക് സ്പെഷ്യൽ ആവുമെന്ന് നമ്മൾ ഇന്നേരെ വിചാരിച്ചില്ല. ഇതിപ്പോ ഡെക്കറേറ്റ് ചെയ്ത് ഇപ്പൊ കുറച്ചൊന്ന് ആയി ഇങ്ങനെ എന്തൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പോഴേക്കും ഇപ്പൊ നമുക്ക് മൂവ് ആവേണ്ടി വന്നു. ബട്ട് എനിവേസ്, ഐ തോട്ട് ഐ വിൽ ഷോ യു ആ ഹൗസ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതാണ് നമ്മുടെ TV യൂണിറ്റ്. ഞാൻ അധികം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യില്ലെങ്കിലും മോനുമാണ് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാറ്. ഈ TV ആക്ച്വലി അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ എൻ്റെ ഉണ്ട്, കിട്ടിക്കഴിഞ്ഞാൽ ആഡ് ചെയ്യാം. മോന് ഭയങ്കര എക്സൈറ്റഡ് ആയ TV അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം മോനു ഒബ്വിയസ്ലി ഒരുപാട് TV കാണുന്ന ഒരു മനുഷ്യനാണ്, സിനിമ കാണുന്ന ഒരാളാണ്. സോ ഇപ്പൊ അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചു വാങ്ങിയ ഒരു TV ഒബ്വിയസ്ലി കല്യാണം കഴിഞ്ഞിട്ട്. ആൻഡ് ഇത് കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഓഫീസിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയതാണ് EY. പക്ഷെ കാണുമ്പോൾ നല്ലൊരു ലുക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ അവിടെ തന്നെ വെച്ചു. ഇടയ്ക്കൊക്കെ പാട്ട് വെക്കാൻ യൂസ് ചെയ്യാറുണ്ട്. ഇത് നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷന്റെ ഭാഗമായി ബാക്കി ഉണ്ടായിരുന്ന സാധനങ്ങളാണ്. ഇത് പിന്നെ ഈ 2 പ്ലാന്റ്സ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. ഇത് ഞാൻ സ്ഥിരമായിട്ട് ഇവിടുന്ന് കോൾഡ് കോഫി കുടിക്കാറുള്ള ഒരു സ്ഥലത്തെ ടിന്നാണ്. എനിക്കൊരു മെമ്മറിക്ക് വേണ്ടി ഞാനത് സേവ് ചെയ്ത് എടുത്തു വെച്ചതാണ്. ഇതില് ബാമ്പു വളർന്നുകൊണ്ടിരിക്കുന്നു. മണ്ണിൽ വെച്ചാൽ വെള്ളം ഒഴിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വെള്ളം ഒഴിച്ച് നമ്മൾ ചെടി ഇവിടെ വെച്ചിരിക്കുകയാണ്. താഴെ ഇത് മോനുന്റെ 75 ഡേയുടെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന ഒരു ബുക്കായിരുന്നു. ഇത് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും. 75 ഡേ ഹാർട്ട് ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അപ്പോഴേക്കും പനിയൊക്കെ ആയി, അന്ന് നിർത്തിയതാ. പിന്നെ ഞങ്ങള് ജിമ്മിൽ ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട് വല്ലപ്പോഴും. ഇത് എല്ലാ വീടുകളിലും കാണുന്ന പോലെ ഒരു ബീൻ ബാഗ് ഒബ്വിയസ്ലി നമുക്കുണ്ട്. ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ, ഇത് കല്യാണം കഴിഞ്ഞ ടൈമിൽ എൻ്റെ ഫ്രണ്ട് അവളുടെ ഫ്രണ്ടിനെ കൊണ്ട് വരപ്പിച്ച ഒരു പിക്ചറാണ്. സേവ് ദ ഡേറ്റ് ഫോട്ടോ. അത് ഞാനപ്പോ ഫ്രെയിം ചെയ്തിട്ട് ഇവിടെ വെച്ച്. താങ്ക് യു. ഇത് നമുക്ക് വെഡിങ്ങിന്റെ ഭാഗമായിട്ട് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആണ്. ഈ 2 എണ്ണം നമ്മുടെ ജെസ്സു ബേബിയുടെ ബാപ്റ്റിസത്തിന് നമുക്ക് അവര് റിട്ടേൺ ഗിഫ്റ്റ് തന്നാണ്. ഇതാ ജെസ്സുയുടെ ഫോട്ടോ ഇവിടെ ഉണ്ട്. ഇതാ. സോ യെസ്, അത് നമ്മളിവിടെ വെച്ചു. ഇവിടെ നമ്മുടെ ഹെൽമെറ്റ്, മോനിന്റെ ബോക്സിങ് സാധനങ്ങളും ഒബ്വിയസ്ലി അവിടെ ഉണ്ട്. കമ്മിങ് ടു ദിസ് സൈഡ്, ഈ വൈന കിട്ടിയതാണ് ഒബ്വിയസ്ലി. ഇത് മോന് 75 ഡേയുടെ അടുത്ത സ്മാരകം. 6 മണി 7 മണിക്ക് നീക്കാൻ വേണ്ടി അലാറം അടിക്കുന്ന വിന്റേജ് ക്ലോക്ക് വാങ്ങിയതാണ്. ഇത് ഞാൻ വീട്ടിൽ വർക്ക്ഔട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് വാങ്ങിയതാണ്, പക്ഷെ അത് ഇതുവരെ നടന്നില്ല, സ്വാഭാവികം. ആൻഡ് കമ്മിങ് ടു ദിസ് കൗച്ച്, ഇത് നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട് വാങ്ങിയ ഒരു കൗച്ചാണ്. ഇത് ആക്ച്വലി ബെഡ് കം ആ ഒരു സെറ്റപ്പ് വൈബാണ്. ഒരുപാട് മൂവി ഇവിടെ ഇരുന്ന് കണ്ടിട്ടുണ്ട്, ഫ്രണ്ട്സ് ആയിട്ട് കാച്ചപ്പ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള, നമ്മൾ ഡ്യൂറോഫ്ലെക്സ് എന്നാണ് ലാസ്റ്റ് കിട്ടിയത്. ഒരുപാട് സ്ഥലം നമ്മൾ കറങ്ങി കറങ്ങി നടന്ന് എല്ലാവരുടെയും പോയി ഇരുന്ന് നോക്കി വാങ്ങിയ സോഫയാണ്. അടിപൊളി കംഫർട്ടബിൾ വൈബ്. വേനൽക്കാലത്ത് പോലും ഇവിടെയാണ് കിടന്നുറങ്ങാറ്, ചൂടുള്ളതുകൊണ്ട്. മോനിന്റെ സിസ്റ്റർ യൂസ് ചെയ്തിരുന്ന അവര് പുതിയ വീട് വെക്കുന്നതിന് മുന്നേ. നമ്മളിപ്പോ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്യണ്ടല്ലോ, ഇവിടെ നിന്ന് കഴിക്കാറുമില്ല, വെറുതെ ഒരു ടേബിൾ എന്നുള്ളൊരു ഭംഗിക്കും കോൺസെപ്റ്റിനും വേണ്ടി ഞങ്ങൾ അത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇടയ്ക്കിരുന്ന് വർക്ക് ചെയ്യാനാണ് ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യാറ്. എനിക്ക് ഓഫീസിൽ നിന്ന് കിട്ടിയ, മോനിന് സ്പീക്കർ കിട്ടിയ പോലെ എനിക്ക് ഓഫീസിൽ നിന്ന് കിട്ടിയ കോഫി മേക്കറാണ്. ഞാൻ കോൾഡ് കോഫി ഉണ്ടാക്കാം എന്നുള്ള ഒരു സ്വപ്നത്തിലാണ് അത് വാങ്ങിയത്, പക്ഷെ അത് നടന്നില്ല. ഇത് ഞാൻ ഡെക്കറേറ്റ് സ്റ്റഫ് വാങ്ങിയത്. അങ്ങനെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് വരുന്ന ഒരു കോർണർ, അതും നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷന്റെ ഭാഗമായിട്ട്. കഴിക്കാറില്ലെങ്കിലും നമ്മളിരുന്ന് വർക്ക് ചെയ്യാറുണ്ട് ഇവിടെ. കമോൺ, നമുക്ക് ഒരു റൂമിലേക്ക് പോകാം. ഇതാണ് ആക്ച്വലി ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. പക്ഷെ ഞങ്ങൾ ഈ ബെഡ്റൂം യൂസ് ചെയ്യാറില്ല. ഇത് ഞങ്ങൾ ആക്ച്വലി വാക്കിംഗ് ക്ലോസറ്റ് ആയിട്ടാണ് യൂസ് ചെയ്യാറ്. ഇന്ന്
ഇവിടെ നമുക്ക് ഗസ്റ്റ് ഉണ്ട്, നമ്മള് പോകുന്നതുകൊണ്ട് നമ്മളെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ നീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഈ ബെഡിൽ ഫുള്ള് ക്ലോത്ത്സ് ആവും. ഞങ്ങൾ ഇവിടെ ആക്ച്വലി ഡ്രസ് ചെയ്യാനാണ് യൂസ് ചെയ്യുക. ഇത് ഫുള്ള് എന്റെ ക്ലോത്ത്സ് ആണ്, തുറക്കുന്നില്ല. ഇത് മോനുന്റെ ആയിരുന്നു. പിന്നെ ഞാൻ ഇവിടെ ഭയങ്കര മെസ്സി ആയപ്പോ ഇതെല്ലാം എടുത്ത് അപ്പുറത്തെ റൂമിലേക്ക് ഡംപ് ചെയ്ത്. ഈ കോർണർ ഞാൻ ഡ്രസ് ചെയ്യുന്ന കോർണർ പ്ലസ് മോനും ഡ്രസ് ചെയ്യുന്ന കോർണർ. ഇവിടെ നമുക്ക് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് എന്നാണ് ഈ വീട്ടിന്റെ ഒരു പ്ലസ്. ഉണ്ട് ഇവിടെ എല്ലാവരുടെയും നമ്മൾ ഇഷ്ടംപോലെ, ഇതിന്റെ അകത്താണെങ്കിലും ഒരുപാടുണ്ട്. അപ്പോ ഈ റൂം ആക്ച്വലി ഞങ്ങളൊരു വാക്കിൻ ക്ലോസറ്റ്, പേരൻസ് വന്നാൽ സ്റ്റേ ചെയ്യുന്നത്. കാരണം അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളതുകൊണ്ട് എന്തെങ്കിലും കാലത്ത് ഞങ്ങൾ ഒരു വീട് വെക്കുമ്പോൾ, എന്തെങ്കിലല്ല നമ്മൾ വെക്കുമ്പോൾ നമ്മൾ എന്തായാലും ഒരു വാക്കിൻ ക്ലോസറ്റ് വേണം ഈ റൂമിന്റെ മെമ്മറിക്കായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് പ്രേയിങ് ഏരിയ. നെക്സ്റ്റ് വന്ന് വീട് താമസിച്ച അന്ന് ഞങ്ങൾ കൊളത്തി, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരുമ്പോ കൊളത്തും. പക്ഷെ അത് കൂടി ഇത് കൂടി പോകുമ്പോൾ ഞങ്ങൾ തൊഴാറൊക്കെ ഉണ്ട്. അകത്ത് കയറുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കാണും. വിളക്ക് വെക്കലൊന്നും അല്ലല്ലോ ഗൈസ്, കാര്യം എല്ലാം മനസ്സിലാ. പിന്നെ ഇവിടുന്ന് ഞങ്ങൾ സാമ്പ്രാണിയൊക്കെ എടുത്ത് കത്തിക്കാറുണ്ട്. ഇത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നാണ്, ഇതും വീട്ടിൽ നിന്ന് തന്നാണ്. ഇതെന്റെ ഫ്രണ്ട് ആൽവിൻ, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ അവന്റെ വീട് ഗുരുവായൂരാണ്. അപ്പൊ അതുകൊണ്ട് ഗിഫ്റ്റ് ചെയ്തായിരുന്നു. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴോ നഷ്ടമായെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഏതോ ഒരു ബാഗ് തപ്പിയപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്നു. ഇതാണ് അടുത്ത റൂം. ഇവിടെയാണ് ആക്ച്വലി ഞങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. കാരണം ഇവിടെ വർക്കിംഗ് സ്റ്റേഷൻ ഉള്ളതുകൊണ്ട് ഒന്നില്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ മോനും. ഈ റൂം ഒരിക്കലും എംപ്റ്റി ആവാറില്ല. ആരെങ്കിലും ഒരാൾ ഇവിടെ തന്നെ ഇങ്ങനെ ഉണ്ടായിരിക്കും. വർക്ക് ചെയ്യാനാണെങ്കിലും ഞങ്ങൾ ഇവിടെ തന്നെയാണ് ഉറങ്ങാറ്. പണിയെടുക്കുന്നു, നീക്കുന്നു, കിടക്കുന്നു, പണിയെടുക്കുന്നു, നീക്കുന്നു, കിടക്കുന്നു. അതാണ് അവസ്ഥ. അപ്പോ നേരത്തെ പറഞ്ഞ മോനിന്റെ സാധനങ്ങളൊക്കെ ഇവിടെ ഡംപ് ചെയ്തു. പിന്നെ ഈ കോർണറിൽ ആക്ച്വലി ഒരു ഫ്ലവർ ഉണ്ടായിരുന്നു. വാലന്റൈൻസ് ഡേക്ക് മോനും ആക്ച്വലി എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു റോസ് ഫ്ലവർ ഉണ്ടായിരുന്നു. എന്റെ ഒരു ക്ലീനിങ് വീഡിയോ ഉണ്ടായിരുന്നു. അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ അന്ന് കുറച്ച് എന്താ പറയാ, പൊടികളൊക്കെ വരാൻ തുടങ്ങി. അതുകൊണ്ട് അത് കളയേണ്ടി വന്നു. നമ്മുടെ ഒരു കൃഷ്ണൻ, ഇതെനിക്ക് പഴയ ഒരു ബർത്ത്ഡേക്ക് എന്റെ കസിൻ ഗിഫ്റ്റ് ചെയ്തതാണ്. ഇതിലിങ്ങനെ മറ്റേ കർപ്പൂരം വെച്ചാൽ താഴെ കൂടെ ഇങ്ങനെ ഒലിച്ചു വരുന്ന പോലെ പുക വരും. കൽപ്പൂരല്ല, സാമ്പ്രാണി. ആരോ ഹലോ ചിത്തൂരോ, ഓ മൈ ഗോഡ്, താങ്ക് യു. അയ്യോ അതുപോലെ കൂടി. ഹലോ, എല്ലാം കൂടി ഒരുമിച്ച്. ഹലോ എല്ലാരും, ചിത്തൂറ ഫുൾ ട്രെയിനിങ് കഴിഞ്ഞിരിക്കുക. അയ്യോ പറ്റി നിൽക്കണൊക്കെ. നമ്മുടെ വൈബ് കളിക്കുന്നതാണ്. കുട്ടിയുടെ അമ്മയാണ് ഇത്. ഒരു ബന്ധമില്ല. ചിക്കൻ ബീഫുണ്ട്, ചിക്കനുണ്ട്. एक और मिल जाएगा.